നമസ്കാരം. സ്വന്തമായി കോടതിയുള്ള, സ്വന്തമായി വനിതാ കമ്മീഷനുള്ള, സ്വന്തമായി പോലീസ് സ്റ്റേഷനുള്ള ഒരു പാർട്ടിയാണ് CPM എന്നാണ് നേതാക്കളുടെ അവകാശവാദം. കൂടാതെ കഴിഞ്ഞിട്ടില്ല, സ്വന്തമായി തീവ്രത അളക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPM എന്നാണ് CPMലെ നേതാക്കൾ പറയുന്നത്. അതിനവർക്ക് പ്രത്യേക 3 അംഗ കമ്മീഷൻ ഉൾപ്പെടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതാക്കളെല്ലാം സ്ത്രീകളെ ഇങ്ങനെ ബഹുമാനിക്കാതെ നടക്കുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം CPM നേതാക്കൾ സ്ത്രീകളോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവരോട് അറപ്പ് തോന്നും. നിലവിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായ ശേഷം നേതൃത്വവുമായി അകൽച്ചയിൽ കഴിയുന്ന മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശി CPM വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. PK ശശിയെ നമുക്കറിയാവുന്നതാണ്. പാർട്ടിയിലെ വലിയ പ്രയോജനമൊന്നുമില്ലെങ്കിലും പെൺവിഷയത്തിൽ ആള് ബഹുകേമനാണ്. പാർട്ടിയിൽ അസംതൃപ്തനായ PK ശശി UDF നേതാക്കളുമായി ആശയവിനിമയം സജീവമാക്കിയതാണ് പാർട്ടി വിടുമെന്ന പ്രചരണം ശക്തമാക്കാൻ കാരണം. നേരത്തെ MLA ആയിരുന്ന ഷൊർണൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ശശിയുടെ നീക്കമെന്നാണ് പുറത്തുവരുന്ന സൂചന. UDF പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കാനാണ് ശശിയുടെ താല്പര്യമെന്നും പറയപ്പെടുന്നു. ഇടത് കോട്ടയായി അറിയപ്പെടുന്ന ഷൊർണൂർ മണ്ഡലത്തിൽ PK ശശി സ്വതന്ത്രനായി വരുന്നതിനോട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും യോജിപ്പാണ്. ശശി സ്ഥാനാർത്ഥിയായാൽ ഷൊർണൂർ പിടിക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് കോൺഗ്രസിന് വേണ്ടി PK ശശിയുമായി ആശയവിനിമയം നടത്തുന്നത് എന്നാണ് സൂചന. ശശിക്കും അതോടൊപ്പം CPMലെ ശശിന്റെ തോഴികൾക്കും, അതായത് കിങ്കരന്മാർക്കെല്ലാം കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തടസ്സമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി വേദി പങ്കിട്ട ശശി പാർട്ടി വിടുമെന്ന സൂചന സജീവമായി നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട്. മണ്ണാർക്കാട്ടെ പരിപാടിയിൽ പങ്കെടുത്ത VK ശ്രീകണ്ഠൻ വെള്ള കോട്ടൺ ഷർട്ട് ധരിക്കുന്ന ശശിക്ക് തൂവെള്ള വസ്ത്രക്കാരുടെ പാർട്ടിയിലേക്ക് സ്വാഗതമരുളുകയും ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടതിനു ശേഷം PK ശശി സ്വീകരിക്കുന്ന നിഷേധ നിലപാട് CPMന് തലവേദനയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ശശി നടത്തുന്ന നീക്കങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. CPMനെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ PK ശശി ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശിയുടെ നീക്കങ്ങൾക്ക് പരസ്യമായി മറുപടി പറയാൻ പാർട്ടിക്ക് കഴിയില്ല. ഇതാണ് ശശിയുടെ വിഷയത്തിൽ CPM നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ വ്യാജ പീഡന പരാതി സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് PK ശശിക്കെതിരെ CPM നടപടിയെടുത്തത്. DYFI നേതാവിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ പോലും അതിജീവിച്ച് ജില്ലയിലെ പാർട്ടിയുടെ മുടിച്ചൂടാമന്നനായി നിൽക്കുമ്പോഴാണ് PK ശശി നടപടി നേരിടുന്നത്. സഹകരണ കോളേജുമായി ബന്ധപ്പെട്ട പരാതികൾക്കും ആക്ഷേപങ്ങൾക്കുമിടെ ഒളിക്യാമറ ഓപ്പറേഷനുകൾക്ക് പ്രസിദ്ധി നേടിയ മാധ്യമപ്രവർത്തകനെ ഉപയോഗിച്ച് ജില്ലാ സെക്രട്ടറിയെ വ്യാജ കേസിൽ കൊടുക്കാനുള്ള ശ്രമം കൂടി വെളിച്ചത്തായതാണ് നടപടിയെടുക്കാൻ CPMനെ നിർബന്ധമാക്കിയത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിന് പിന്നാലെ CITU ജില്ലാ നേതൃസ്ഥാനത്ത് നിന്നും നീക്കി. ഇപ്പോൾ ചില യൂണിയനുകളുടെ നേതൃസ്ഥാനം മാത്രമുള്ള PK ശശി CPMലെ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള നായാടിപ്പാറ ബ്രാഞ്ചാണ് ഇപ്പോൾ PK ശശിയുടെ ഘടകം. CPM വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുമ്പോഴും അത് സ്ഥിരീകരിക്കാൻ PK ശശി തയ്യാറായിട്ടില്ല. താൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ CPMൽ ഉണ്ടോ എന്ന് അറിയില്ല. ഒന്നിൽ നിന്ന് ഒളിച്ചോടുന്ന ആളല്ലെന്നും പാർട്ടി നടപടിക്ക് ശേഷവും ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നുമാണ് PK ശശിയുടെ പ്രതികരണം. ജനസ്വാധീനത്തിന് കുറവില്ല എന്ന് വാദിക്കുന്ന PK ശശി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തുടർന്നും ഇടപെട്ടുകൊണ്ടേയിരിക്കുമെന്നും പറയുന്നുണ്ട്. ജനപിന്തുണയെക്കുറിച്ച് മാധ്യമങ്ങളോട് വാചാലനാകുമ്പോഴും പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത തനിക്കില്ല എന്നാണ് ശശിയുടെ നിലപാട്. പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് ശേഷം ശശി KTDC ചെയർമാനായി തുടരുന്നതിൽ CPM ജില്ലാ നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട്. PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം 2 തവണ ജില്ലാ ഘടകം ഔദ്യോഗികമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നിട്ടും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തില്ല. UDFനോട് അടുക്കുന്ന പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്.